ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എനിക്ക് കൂടുതൽ സജഷൻസ് വരുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനാണ്. പക്ഷേ എൻ്റെ ഡേയിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇന്നാകുമ്പോൾ സൺഡേ ആകുമ്പോൾ വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോവും, അമ്മയും അനിയനും കാണും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒന്നും ചെയ്യാനില്ല. വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ പിടുത്തമായിട്ട് അതങ്ങനെ പോവും. പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഡിസൈനിങ്ങും കാര്യം അതങ്ങ് പോവും. അപ്പോൾ ഞാൻ മാത്രമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് പനിയാണ്, അതാണ് ഇങ്ങനെ ഞാൻ മൂക്കൊണ്ട് സംസാരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് പനിയാണ്, എന്താ പോകുന്നില്ല. എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീച്ച സമയം ഇപ്പോൾ 8 മണിയായി കാണും. കുറച്ച് താമസിച്ചാണ് എണീച്ചത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും. ഇപ്പോൾ പനി ആയതുകൊണ്ട് താമസിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ അത്രേ ഉള്ളൂ. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. കാലത്തിന് വേറെ പരിപാടിയൊന്നുമില്ല. രാവിലെ ഉറക്കം എണീച്ച് പറഞ്ഞ് ഫോൺ നോക്കിയിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരാൾ ഗുഡ് മോർണിംഗ് അയക്കും, ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ ഗുഡ് മോർണിംഗ് അയക്കും. അങ്ങനെ 2 പേര് ഗുഡ് മോർണിംഗ് അയക്കും. 2 അമ്മമാർ 2 സ്ഥലത്തിരുന്ന് ഗുഡ് മോർണിംഗ് അയക്കും. അതിന് റിപ്ലൈ കൊടുക്കും. പിന്നെ ഇൻസ്റ്റ യൂട്യൂബ് എല്ലാം ഒന്ന് പരത്തി നോക്കിയിട്ട് ഉറക്കം എണീക്കും. എന്നിട്ട് പോയി പല്ലിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് എവിടെ ഇരിക്കുന്നത്. പിന്നെ ഇനി സ്വല്പം സ്കിൻ കെയർ ചെയ്യണം. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ശീലമായിപ്പോയി. എത്ര നാളുണ്ടാകും, +1 പഠിക്കുന്ന സമയം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത സ്കിൻ കെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പനി പിടിച്ചിറന്നാലും ഞാൻ സ്കിൻ കെയർ ചെയ്യും. അങ്ങനെ പിന്നെ ഫുഡ് തിന്നണം. ഒരു കാര്യം കാണണമെങ്കിൽ അയ്യോ ഉറങ്ങാനോ ചൊന്നര കാത്തു അമ്മ എവിടെയാടാ? കാത്തു അമ്മ എവിടെയാടാ? ലെടുപ്പുണ്ണി ലെടുവേ കുശുംബി ഭഗവതി സേവ ചെയ്തു കേട്ടാ. ഇതെന്തിന് ഓ കാത്തു അമ്മ വന്നു. ഹായ് പറ. ഹലോ. നുഴഞ്ഞു പോന്നു പട്ടണത്തില. നോക്ക് ഉണ്ടായിട്ട് നല്ല ചുണ്ടരി.
അടുത്തോട് തള്ള എന്റെ രശീര് തള്ളേ. അടി കൊണ്ട് വൈറലായ വ്യക്തി. അത് യൂട്യൂബിനെ കാട്ടി വൈറലായത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റയില് 3 ലക്ഷം വ്യൂ. ഒരടിക്ക് ഇത്രയും വ്യൂ കിട്ടാതെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. എന്നോട് ചോദിച്ച് എത്ര എണ്ണം കിട്ടിയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഞാൻ 3-4 കൊടുത്തു. അതെല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് ഒരെണ്ണമായിട്ട് തന്നു. അത് ഏറ്റവും അടിയായിരുന്നു. എന്താണെന്ന് പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നാലും ആ അടിയിൽ ഇത്രയും വയറിലായല്ലോ, സന്തോഷമുണ്ട്. അത് അമ്മ അറിഞ്ഞിട്ടില്ല. സത്യം പുൽക്കൂട് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ ക്യാമറ ഓഫ് ആകുന്ന അമ്മ കണ്ടിട്ടുള്ളൂ. ക്യാമറ ഓൺ ആക്കുന്നത് അമ്മ കണ്ടില്ല. അമ്മ ഫോൺ വിളിക്കുമായിരുന്നു. ക്യാമറ ഓൺ ആയത് അത്ര അമ്മ കണ്ടിട്ടില്ല. അപ്പൊ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഓണാക്കി അടിച്ച് കാര്യമായി. എനിക്ക് അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ക്യാമറ ഓണാണ്. എന്തോ ജസ്റ്റ് മിസ്. ബാക്ക്ഗ്രൗണ്ടിലെ കാക്കയുടെ സൗണ്ടാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് എടുക്കാത്തത്. എന്നാലും ക്ഷമിക്കുക, കുറച്ച് നാച്ചുറൽ ആയിക്കോട്ടെ. ഇങ്ങനെ ഇരിക്കണമെങ്കിൽ 1 പറഞ്ഞ് രണ്ടാമത്തേന് വടിയ. പക്ഷെ വടിയല്ല, അടി. കല്യാണത്തിന് വരുന്നു. ഞായറാഴ്ച എല്ലാവരും വീട്ടിൽ ഉണ്ടെന്നും പറഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്ത് ഞാൻ ശശിയായി ഇവിടെ ഇരിക്കുവാണ്. അനിയനും അമ്മയും ഉണ്ടായിരുന്നു. ഞാൻ ഉറക്കം എണീച്ച് ചെന്നപ്പോൾ അനിയൻ ഒരുങ്ങി കല്യാണത്തിന് പോയി. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തോ ആവശ്യമുണ്ടായി, അമ്മ പോയി. അപ്പം ഞാൻ മാത്രമായി. അപ്പം ഞാൻ ആരായി എന്തോ ചെയ്യാനെന്ന് പറയാം. ഞാനിനി ഞായറാഴ്ച എല്ലാവരും വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആരുമില്ല. ഞാൻ കട്ടെ വർക്കിംഗ് ഡേയിൽ ഞാൻ എടുത്താൽ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് സ്കെച്ച് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് പിന്നെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ചോറും മീൻകറിയും തോരനും മീൻ പൊരിച്ചതായിട്ട് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെറുതെ ഇരിക്കണ്ടെന്ന് വെച്ച് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ ഈ ഫോട്ടോയുടെ ഔട്ട്ലൈൻ ഞാൻ വരച്ചിട്ട് 2 വർഷമായി. ഇതുവരെയ്ക്കും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ബ്രേക്ക് എടുത്തതാ. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് നടക്കുന്നതേ ഇല്ല. ഞാൻ വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 വർഷമായി പ്രോപ്പറായിട്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇതിൽ നിന്നായിരുന്നു ഞാൻ ഒരു ഹാപ്പിനെസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എന്തെങ്കിലും എൻ്റെ മൈൻഡ് ഡിസ്റ്റർബായിട്ട് ഇരിക്കുവാണെങ്കിൽ ഞാൻ ഡ്രോയിങ് ചെയ്താൽ അതൊക്കെ മാറി ഞാൻ ഓക്കെ ആവുമായിരുന്നു. പിന്നെ ഈ 2 വർഷം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ എനിക്ക് ഇതുവരെയ്ക്കും പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് വരയ്ക്കാൻ പറ്റിയത്. വരയ്ക്കാമെന്ന് എന്തൊക്കെയോ കാര്യം കൊണ്ട് മാറ്റി. അതിൽ മെയിനായിട്ടും ഒരു 40% ബിസിയാണെങ്കിൽ 60% എൻ്റെ മടിയായിരുന്നു.
പിന്നെ ഇന്നിപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എനിക്ക് വരച്ചേ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വന്നിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അന്നും ഞാൻ നേരത്തെ പറഞ്ഞ അവനില്ലേ മടി, ആ സാധനം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കംപ്ലീറ്റ് ചെയ്തു, അത് പിന്നീട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതെങ്ങനെ നോക്കിയാലും നടക്കത്തില്ല. ലാസ്റ്റ് നമ്മളെ തന്നെ പിടിച്ച് കെട്ടിക്കൊണ്ട് എത്തിയാലേ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇരുന്നാൽ വീണ്ടും നാളെ ചെയ്യാം അങ്ങ് നീണ്ടു പോകും. എത്ര ബിസി ലൈഫായാലും നമുക്ക് ഹാപ്പിനെസ് തരുന്ന നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടോ, ഇപ്പോൾ ചിലപ്പോൾ പെറ്റ്സ് ആയിരിക്കാം, ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും, ഡാൻസിങ് ആയിരിക്കും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് സമയം മാറ്റിയിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അത് ചെയ്യാൻ നോക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ ഡ്രോയിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും വൈകുന്നേരമേ ഞാൻ പിന്നെ പോയി മേല് കഴുകിയിട്ട് വന്നു. തല കുളിച്ചില്ല, പനിയായതുകൊണ്ട്. അപ്പോഴേക്കും അമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നേ. അനിയന് വന്നതിന് ശേഷം അവന് നല്ല പനിയും ദേഹവേദനയൊക്കെ ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ട് ഡോക്ടറിനെ കാണിക്കാൻ പോകാനായിട്ട്. പിന്നെ ഞാനും കൂടി അങ്ങ് പോയി. ഞാൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ, അതുകൊണ്ട് ഞാനും വരണമെന്ന് പറഞ്ഞു. അനിയനെ കാണിച്ചു, മരുന്ന് വാങ്ങിച്ചപ്പോഴാണ് ഞങ്ങൾ 3 പേരും BP നോക്കിയായിരുന്നു. അച്ഛന് BP നോർമലാണ്, അമ്മയ്ക്കും എനിക്കും താഴെയാണ്. അമ്മയ്ക്ക് 96 എന്തോ ആണ്. ഞാനാണ് സെഞ്ചുറി അടിച്ചത്, എനിക്ക് 70 ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. ഡ്രോയിങ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. ഇനി ഇത് ഫുള്ളും ക്ലീൻ ചെയ്യണം. സ്വാഭാവികമാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ലാസ്റ്റ് ഫുള്ളും ഇവിടെ മെസ്സായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.